പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധവചനമായ മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അതീവ ഗൗരവമുള്ള ഒരു തിരുവചനമാണ് ഇന്നു നാം ധ്യാനിക്കുന്നത്. മാലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ വന്നു ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ആമീൻ, ഹല്ലേലൂയ. ഈ വചനം ഒരു സാധാരണ കുടുംബ സന്ദേശമല്ല, ഇതൊരു പ്രവാചക ദർശനമാണ്. ഇത് അവസാന കാലത്തിനായുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ്. പ്രിയ ദൈവമക്കളെ, ഇത് മനുഷ്യ ഹൃദയങ്ങളുടെ നവീകരണത്തിനായുള്ള സ്വർഗീയ ആഹ്വാനമാണ്. ഇന്ന് ലോകം പുരോഗമിക്കുന്നു, സാങ്കേതിക വിദ്യ ഉയരുന്നു, മനുഷ്യർ ചന്ദ്രനിൽ വരെ എത്തി നിൽക്കുന്നു. എന്നാൽ ഭവനങ്ങൾ ഇന്ന് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ തകർന്നു പോകുന്നു. അപ്പനും മകനും തമ്മിൽ സംസാരമില്ല. മാതാവിൻ്റെയും മകളുടെയും ഇടയിൽ കണ്ണുനീർ നിറയുന്നു. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ഒരു കുടുംബമായിരുന്നു, ആദാമിനെയും ഹൗവയെയും. കുടുംബം ദൈവത്തിൻ്റെ ആദ്യ ദേവാലയമാണ്. അതുകൊണ്ടാണ് സാത്താൻ ആദ്യം ആക്രമിക്കുന്നത് കുടുംബത്തെയാണ്. പ്രിയ സഹോദരങ്ങളെ, മാലാഖി പ്രവാചകന്റെ കാലത്ത് ജനങ്ങളിൽ ആചാരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഹൃദയങ്ങളിൽ ദൈവമില്ലായിരുന്നു. ബലിപീഠങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ സ്നേഹമില്ലായിരുന്നു. ആരാധനയുണ്ടായിരുന്നു, പക്ഷേ അനുസരണമില്ലായിരുന്നു. അപ്പോൾ ദൈവം ഒരു വാഗ്ദാനം നൽകുന്നു. എൻ്റെ ദാസൻ വരും, അവൻ ഹൃദയങ്ങളെ നിരപ്പിക്കും. ഈ വചനം യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയാൽ നിറവേറ്റപ്പെടുകയാണുണ്ടായത്. ക്രിസ്തുവിന് മുൻപായി വന്ന ശബ്ദം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്, മാനസാന്തരപ്പെടുവീൻ. സത്യത്തിൽ കുടുംബങ്ങളുടെ സൗഖ്യം എന്ന് പറയുന്നത് മാനസാന്തരത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അഹങ്കാരം തകർന്നില്ലെങ്കിൽ ബന്ധങ്ങൾ സുഖപ്പെടുകയും ക്ഷമ വരാത്തിടത്ത് സമാധാനം ജനിക്കുകയില്ല. എത്ര വീടുകളിൽ ഇന്ന് മിണ്ടാതെയുള്ള യുദ്ധങ്ങളാണ്. ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ഹൃദയങ്ങൾ അന്യമാണ്. അപ്പൻ മകനെ മനസ്സിലാക്കുന്നില്ല, മക്കൾ മാതാപിതാക്കളെ ആദരിക്കുന്നില്ല. എന്നാൽ ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തിരികെ കൂട്ടിച്ചേർക്കുമെന്ന്. പ്രിയ ദൈവമക്കളെ, ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പോലും ബന്ധങ്ങളെ സംരക്ഷിച്ചു. അവൻ അമ്മയെ ശിഷ്യരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസം ബന്ധങ്ങളെ വിശുദ്ധമാക്കുന്ന വിശ്വാസമാണ്. ഇന്ന് ദൈവം ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ സമാധാനമുണ്ടോ? നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടോ? നിന്റെ മക്കൾ ദൈവത്തെ അറിയുന്നുണ്ടോ? നിന്റെ മാതാപിതാക്കൾക്കായി നീ സമയം കണ്ടെത്തുന്നുണ്ടോ? ഇന്ന് പല മാതാപിതാക്കൾക്കും വേദനയുണ്ട്. തൻ്റെ മക്കൾ അകന്നുപോയി, അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, അവർ സഭ വിട്ടുപോയി. പല മക്കൾക്കും മുറിവുകളുണ്ട്, അവർക്ക് സ്നേഹം ലഭിച്ചിട്ടില്ല, അവരെ കേട്ടിട്ടില്ല, അവരെ ഒന്ന് ചേർത്തു പിടിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുമില്ല. ഈ മുറിവുകൾ സൗഖ്യമാക്കുവാൻ മനുഷ്യർക്കാവില്ല. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ അതിനു സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുടുംബത്തെ സൗഖ്യമാക്കണമേ. തകർന്ന ബന്ധങ്ങളെ തമ്പുരാനെ ഒന്നിപ്പിക്കണമേ. ക്ഷമിക്കുവാൻ ശക്തി തരേണമേ. അഹങ്കാരം നീക്കിക്കളയണമേ. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഭൂമിയെ ദണ്ഡിപ്പിക്കുന്നതിന് മുൻപ് ഒരവസരം നൽകുകയാണ്. മനസാന്തരത്തിൻ്റെ അവസരം, തിരിച്ചുവരവിൻ്റെ അവസരം. നാം പലപ്പോഴും ലോകത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ദൈവം ആദ്യം കുടുംബങ്ങളെ മാറ്റുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു വിശുദ്ധ കുടുംബം, ഒരു പ്രാർത്ഥിക്കുന്ന പിതാവ്, ഒരു വിശ്വാസിയായ മാതാവ്, ദൈവഭക്തിയുള്ള മക്കൾ. ഇവിടെയാണ് സഭയുടെ ശക്തി.
ഇന്ന് സാത്താൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയാണ്. കാരണം കുടുംബ പ്രാർത്ഥന നടക്കുന്ന വീടുകളിൽ ദൈവം വസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് വീണ്ടും കുടുംബ പ്രാർത്ഥന തിരികെ കൊണ്ടുവരാം. വചന വായന നമുക്ക് ആരംഭിക്കാം. ഒരുമിച്ച് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന നമുക്ക് വീണ്ടും തുടങ്ങാം. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ ആദരിക്കുക. അവർ പൂർണ്ണരല്ലെങ്കിലും അവർ ദൈവത്തിൻ്റെ ദാനമാണ്. മാതാപിതാക്കളെ, മക്കളെ ശാസിക്കുന്നതിന് മുൻപ് അവരെ ചേർത്ത് പിടിക്കുക, അവരെ കേൾക്കുക, അവർക്ക് വേണ്ടി കരയുക, അവർക്ക് വേണ്ടി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. വർഷങ്ങളായി സംസാരിക്കാത്ത കുടുംബങ്ങളെ ദൈവം വീണ്ടും ഒന്നിപ്പിക്കും. കണ്ണുനീർ സന്തോഷമാകും, ശാപത്തെ അനുഗ്രഹമാക്കും. മാലാഖി പ്രവാചകന്റെ ഈ വചനം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, ഇത് പ്രത്യാശയുടെ വചനമാണ്. ദൈവം ഇന്നും മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. ഇപ്പോൾ ഈ ധ്യാനത്തിൽ ഇപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ തമ്പുരാനെ അവിടുന്ന് ഓർക്കണമേ. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കണമേ. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തമ്പുരാനെ തിരികെ കൊണ്ടുവരണമേ. വൈരാഗ്യങ്ങളെ നീക്കണമേ. ക്ഷമയുടെ ആത്മാവ് തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വീടുകളെ തമ്പുരാനെ പ്രാർത്ഥനയുടെ ആലയങ്ങളാക്കി തീർക്കുമാറാകണമേ. വിശുദ്ധ കന്യക മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പിതാക്കന്മാരുടെ സംരക്ഷണവും പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബങ്ങൾക്കുണ്ടായിരിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഇവയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.